Hello all, welcome back to my YouTube channel. In today's video, I'm going to discuss about the important key takeaways from the book A New Earth written by Eckhart Tolle. A New Earth, Awakening to Your ലൈഫ്സ് പേർപ്പസ്. ഈ ഒരു പർട്ടിക്കുലർ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഹെൽപ്പ് ജേർണലിൽ വരുന്ന ഒരു ബുക്ക് തന്നെയാണ്. ഇതിനകത്ത് നമ്മുടെ ലൈഫിന്റെ പേർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ഹ്യൂമൻ ഈഗോ അല്ലെങ്കിൽ ഹ്യൂമൻ കോൺഷ്യസ്നെസ്, ഇതൊക്കെ എന്താണ്, ഈഗോനെ ഓവർകം ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓർ വാട്ട് ഈസ് റിയലി മാറ്റർ ടു യുവർ ലൈഫ്, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് ഈ ബുക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്കാർട്ട് ടോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് famous author ആണ്. He is writing more spiritual and philosophical kind of books. Power of Now is like one of the world famous book written by the same author. So ഈ ബുക്കിനകത്ത് ന്യൂ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂ എർത്ത് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇത് ബൈബിളിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ലൈക്ക് ബൈബിളിൽ ഒരു ഇമ്പോർട്ടന്റ് ഡോക്ട്രിൻ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ദി ഒറിജിൻ ഓഫ് എ ന്യൂ എർത്ത്. അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഒരു പീസ്ഫുൾ അല്ലെങ്കിൽ കാം, അങ്ങനെ ഒരു ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ഹാർമണിയിൽ ഹ്യൂമൻ ബീങ്സ് എത്തും. ആൻഡ് ദാറ്റ് ടൈം അല്ലെങ്കിൽ അങ്ങനെ എത്തുന്ന ഒരു കാലത്തെയാണ് ഒരു ന്യൂ എർത്ത് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ ബുക്കിന് ഒരു ടൈറ്റിൽ എടുത്തിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഇപ്പൊ ഒരു റിലീജിയൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് പറയുമ്പോൾ അതിന്റെ ആക്ച്വൽ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേ ഓഫ് ലിവിങ് ആണ് നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ്. സോ റിലീജിയൻ എന്ന് പറയുമ്പോൾ ഒരാളെ ലൈക്ക് റിലീജിയന്റെ ബേസിൽ മാൻകൈൻഡിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതല്ല ഈ പല റിലീജിയൻ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ വിശ്വസിക്കുന്നതിന്റെ മീനിങ്. ആക്ച്വലി റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ് ആണ്. ഇപ്പൊ ഏതൊരു റിലീജിയനിലായാലും അതിനകത്ത് വേ ഓഫ് ലിവിങ് ആണ് ആക്ച്വലി അവര് പുട്ട് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് പലരും ഇന്റർപ്രറ്റ് ചെയ്യുന്ന വേ ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഒരു ഹാർമോണിയസ് എർത്ത് അല്ലെങ്കിൽ ഒരു ഹാർമോണിയസ് സ്റ്റേറ്റ് നമുക്ക് എത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ഇല്ലാത്തത്. ഓക്കെ, സോ ഈ ബുക്കിന്റെ ഒരു പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ്, അതായത് ഒരു ഹാർമോണിയസ് ലിവിങ്ങിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ മാൻകൈൻഡിനെ എത്തിക്കുക. അതാണ് ഈ ബുക്കിന്റെ ഒരു പേർപ്പസ്. അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നർ സെൽഫ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ വി ഹാവ് ടു അവേക്കൺ അവർ ഓൺ ലൈഫ്. നമ്മുടെ ലൈഫിന്റെ പേർപ്പസ് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ എവേക്കനിങ് ചെയ്യണം. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ന്യൂ എർത്ത് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് എത്താൻ പറ്റുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഈ പുസ്തകത്തിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് എടുത്തു പറയേണ്ട 5 കീ ടേക്ക്അവേസ് ആണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, the first important takeaway is the disease of obsessive thinking. You have to get rid of the habit of obsessive thinking അല്ലെങ്കിൽ compulsive thinking. Okay, we know that എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഒരുപാട് തോട്ട്സ്, ഒരുപാട് റാൻഡം ലൂപ്പ് ഓഫ് തോട്ട്സ് എപ്പോഴും ഉണ്ടാവും. ആൻഡ് ദാറ്റ് തോട്ട്സ് വിൽ ബി ബേസ്ഡ് ഓൺ യുവർ ഇമോഷൻസ് അല്ലെങ്കിൽ യുവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ ഇതെപ്പോഴും ഈ സെയിം തോട്ട്സിൽ തന്നെ നിങ്ങൾ എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് not going to give you any productive result. Okay, so നമ്മൾ ആ ലൂപ്പിനകത്ത് ഒട്ടും ഒരിക്കലും പെട്ടു പോകാൻ പാടില്ല. യു ഹാവ് ടു ഐഡന്റിഫൈ ദാറ്റ് യു ആർ നോട്ട് ദ വോയിസ് ഇൻ യുവർ ഹെഡ്. അതിൽ എല്ലാം നിങ്ങളല്ല, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം വാട്ട് യു ആക്ച്വലി വാണ്ടഡ് ടു ഡു ആൻഡ് യു ഹാവ് ടു ലീവ് ഇൻ ദ പ്രസന്റ്. ഈ ഇങ്ങനെയുള്ള റാൻഡം തോട്ട്സിൽ അല്ലെങ്കിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് എൻടാങ്കിൾഡ് ഇൻ ടു ദ ഇൻസെസന്റ് സ്ട്രീം ഓഫ് അൺനെസസറി തോട്ട്സ് അല്ലെങ്കിൽ അൺപ്രൊഡക്റ്റീവ് തോട്ട്സ്, യു വിൽ ഫൊർഗെറ്റ് ടു ലീവ് ഇൻ ദ പ്രസന്റ്. അത് സംഭവിക്കാൻ പാടില്ല. ആക്ച്വലി അതാണ് സംഭവിക്കുന്നത്. ബട്ട് യു ഷുഡ് ട്രൈ ഔട്ട് ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് problem, and that is going to help you in enjoying the means moment. Okay, so the joy of being എന്ന് പറയുന്നത് അതാണ്, be in the moment, be in the present. Okay, so അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ you have to get rid of this habit of compulsive thinking അല്ലെങ്കിൽ obsessive thinking. So that is the first important key takeaway from this book.
ഈ പുസ്തകത്തിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് ഈഗോ. ഓക്കെ, സോ ഈഗോ ആൻഡ് കോൺഷ്യസ്നസ്, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, അതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം അതെങ്ങനെ ഓവർകം ചെയ്യാം, ഈഗോ എങ്ങനെ ഓവർകം ചെയ്യാം, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്നുള്ളത് രണ്ടും ചേർന്നാലാണ് നമുക്ക് ഈ ഒരു ഹാർമോണിയസ് സ്റ്റേറ്റ് ഓഫ് ലിവിംഗിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പൊ ഈഗോനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, ഒരു ഈഗോയിക് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഈഗോയിക് മൈൻഡ് എപ്പോഴും പുതിയ കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ ആ ഒരു വാണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എൻഡ് ഉണ്ടാവില്ല, അതിനൊരു സ്റ്റോപ്പ് ഉണ്ടാവില്ല, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അതിങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും പ്രസന്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഈഗോനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതും അതിനെ കില്ല് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഇമ്പോർട്ടന്റ് കീ ടേക്ക് അവേ ഫ്രം ദിസ് ബുക്ക്. തേർഡ് ഇമ്പോർട്ടന്റ് ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ മെത്തേഡ് ടു കോമ്പാറ്റ് ഈഗോ, അല്ലെങ്കിൽ ഈഗോനെ ഓവർകം ചെയ്യാനുള്ള ഒരു ടൂള്, അതാണ് തേർഡ് ഇമ്പോർട്ടന്റ് ടേക്ക് അവേ. സോ ബീയിങ് ഇൻ ദ പ്രസന്റ് അല്ലെങ്കിൽ ലിവിങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്, അതാണ് ഏറ്റവും ഇഫക്റ്റീവ് മെത്തേഡ് ടു ഓവർകം ഈഗോ. ഓക്കെ, നമ്മൾക്ക് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അധികം ആദ്യം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഐ വോണ്ട് ദാറ്റ്, ഐ വോണ്ട് ദിസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചിന്ത വരുന്നതാണ് ഈഗോയുടെ പ്രൈമറി റീസൺ. ഓക്കെ, സോ അതിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് ബി ഇൻ ദ പ്രസന്റ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആന്റിഡോട്ട് ഫോർ ബീയിങ് എ നോൺ ഈഗോട്ടിക് പേഴ്സൺ. ഓക്കെ, സോ ഈഗോ എന്ന് പറഞ്ഞത്, ഈഗോ എക്സിസ്റ്റ് ഇൻ ടൈം, in the past and in the future. It cannot exist in the present. Okay, so adu thaneyanu being in the present is the best medicine for overcoming the ego. So that is a very important key takeaway from this book. Live in the moment, live fully in the moment. Okay, the next important takeaway is understanding the inner self, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂ കോൺഷ്യസ്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം in most of the case it is not necessary that what matter to you is not what you actually see or what you actually believe. പക്ഷെ നിങ്ങളുടെ ആക്ഷൻസ് or ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഹൗ യു ആർ റിയാക്ടിങ് ടു ഇറ്റ്, അതിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ട് ഈസ് യുവർ തിങ്കിങ്, അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി എന്താണ് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതൊരു ചെറിയ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ ഷാറ്റേഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് യു ആർ എക്സാക്ട്ലി ദാറ്റ് സ്മോൾ. ഓക്കെ, സോ ഒരിക്കലും നിങ്ങൾ അത്രയ്ക്ക് ഒരു കുഞ്ഞു കാര്യം നിങ്ങളെ ഓവർകം ചെയ്യാനുള്ള പവർ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഓക്കെ, യു ഷുഡ് ഓൾവേസ് ബി സ്റ്റേബിൾ ഇനഫ് ടു ഓവർകം ദ ഹേർഡിൽസ് ആൻഡ് മൂവ് ഫോർവേഡ്. ഓക്കെ, സോ നമ്മളുടെ എപ്പോഴും പറയില്ലേ ഒരു ലോ ഓഫ് അട്രാക്ഷൻ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നിങ്ങൾ. സോ ഇഫ് യു ആർ തിങ്കിങ് ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ അച്ചീവ് ഇറ്റ്, യു ആർ ഗോയിങ് ടു ഡു ഇറ്റ്, യു ആർ ഗോയിങ് ടു അച്ചീവ് ഇറ്റ്. ഓക്കെ, സോ എപ്പോഴും നിങ്ങളുടെ കോൺഷ്യസ്നെസ്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേർപ്പസ് ഓഫ് ലൈഫും നിങ്ങളുടെ കോൺഷ്യസ്നെസ് തിങ്കിങ്ങും സെയിം ആയിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് റിയലി ഇമ്പോർട്ടന്റ്. The fifth important takeaway is the understanding of your mindset. നമ്മളുടെ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം as I said, ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ പറയുന്ന പോലെ നമ്മൾ എന്താണോ തിങ്ക് ചെയ്യുന്നത് അതാണ് നമ്മൾ. ഓക്കെ, സോ നമ്മുടെ മൈൻഡ് സെറ്റ്, ഇഫ് ഇറ്റ് ഇസ് എ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്, എപ്പോഴും നമുക്ക് എന്തെങ്കിലും സ്കേഴ്സ് ആയിരിക്കും. എപ്പോഴും ആ ഒരു ലൈക്ക് ഒരു തൃപ്തി എന്ന് പറഞ്ഞൊരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല. ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി നെഗറ്റീവ്. ഓക്കെ, സോ അത് എപ്പോഴും നമ്മൾ ഡിസെംപവർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിന് ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഹാർമണി അല്ലെങ്കിൽ ഒരു പീസ്ഫുൾനെസ് അല്ലെങ്കിൽ ടു ലിവ് ഇൻ ദ പ്രസന്റ് ഒരിക്കലും പോസിബിൾ ആവില്ല അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളപ്പോ. ഓക്കെ, സോ നമുക്ക് പറയാം ഈ ന്യൂ എർത്ത് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റില് ഏറ്റവും വലിയ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ആണ്. സോ അത് മാറ്റിയിട്ട് അബണ്ടൻസ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അബണ്ടൻസ് തോട്ട് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈങ് ചിന്ത അല്ലെങ്കിൽ ഓക്കെ ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക, ആ ഒരു മൈൻഡ് സെറ്റ് ആണ് ഈ ന്യൂ എർത്ത് കോൺസെപ്റ്റിൽ നമ്മളെ റീച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ദ ജോയ് ഓഫ് ബീയിങ് അല്ലെങ്കിൽ ദ ജോയ് ഓഫ് ലിവിങ് ഇൻ ദ പ്രസന്റ്, അതിന് അബണ്ടൻസ് തോട്ട് അത് നെസസറി ആണ്. ഓക്കെ, സോ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ അങ്ങനെ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് യു പീസ്ഫുൾ ആൻഡ് ഹാർമോണിയസ് ലിവിങ്.
Okay, so that is the next important takeaway. This is a bonus takeaway that I want to share with you, and it is this too shall pass. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. കാരണം എല്ലാ സിറ്റുവേഷനും ടെമ്പററി ആണ്, എല്ലാ സിറ്റുവേഷനും മൊമെന്ററി ആണ്. ഇത് ഇപ്പൊ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബാഡ് സിറ്റുവേഷൻ ആണ് ഉള്ളതെങ്കിൽ അത് കടന്നു പോകും, ആൻഡ് ബെറ്റർ ഡേയ്സ് ആർ വെയിറ്റിംഗ് ഫോർ യു. സോ നിങ്ങൾ അതിൽ ഒരുപാട് അങ്ങ് ഡൗൺ ആയിട്ട് പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഡു വാട്ട് ഈസ് നീഡഡ് ആൻഡ് വെയിറ്റ് ഫോർ ദ ഗുഡ് ഡേയ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണെങ്കിൽ എൻജോയ് ഇറ്റ്, ഡോണ്ട് ഓവർ ജോയ് ഇറ്റ്, ബട്ട് എൻജോയ് ദ പ്രസന്റ് മൊമെന്റ്, എൻജോയ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഈ ഒരു തോട്ട് ഈ ഒരു കറന്റ് സിനാരിയോയിൽ വളരെ റെലവെന്റ് ആണ്. കാരണം നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു കൊറോണ വൈറസ്, ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു. ബട്ട് ഡോണ്ട് ബി ഡിസപ്പോയിന്റഡ്, ഓൾവേസ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ദർ ഇസ് എ സൊല്യൂഷൻ ഫോർ ഓൾ ദീസ് ആൻഡ് ബെറ്റർ ഡേയ്സ് ആർ വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു. ഓൾസോ ഈ ഒരു സെയിം ഓഥറിന്റെ other some of the other well-known bestseller books are The Power of Now and The Stillness Speaks. രണ്ടും ഈ ഒരു ജോണറിൽ വരുന്ന ബുക്സ് തന്നെയാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഔട്ട് ദാറ്റ് ഓൾസോ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്, ആൻഡ് if there is any suggestions or anything, please drop it on the comment box, and I will come up with a new video. Thank you for watching.